Today we are going to discuss about viscosity. First of all, what is viscous force? Viscous force is the force acting between the liquid layers. When there is relative motion between the layers of a liquid, a frictional force which opposes the relative motion between the fluid layers. This force is called viscous force. ലിക്വിഡ് ലെയേഴ്സിനിടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോൾ അവർക്കിടയിലുണ്ടാകുന്ന അവയുടെ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. This viscous force depends on area of the layers, relative velocity between layers and distance between them. Liquids flow in the form of layers. This type of flow is called laminar flow. For any layer of liquid, its upper layer pulls it forward while the lower layer pulls it backward. This results in force between the layers. ലെയേഴ്സ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ്സിൽ അപ്പർ ലെയർ ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ലെയർ ബാക്ക്വേർഡ് മൂവ്മെൻറ്റിലായിരിക്കും. When a fluid is flowing in a pipe or a tube, then the velocity of the liquid layer along the axis of the tube is maximum and decreases gradually as we move towards the walls when it becomes zero. ലിക്വിഡിൻ്റെ ഫ്ലോയിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സിലിണ്ട്രിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ട്യൂബുലാർ ഫ്ലോ ആണെങ്കിൽ ലിക്വിഡ് ലെയർ അതിന് ആക്സിസിന് അടുത്തായിരിക്കും ആ ലിക്വിഡ് ലെയറിൻ്റെ വെലോസിറ്റി മാക്സിമം ആവുന്നത്. ആ ട്യൂബിൻ്റെ വോൾസിനടുത്തേക്ക് വരുന്നതോറും അതിൻ്റെ വെലോസിറ്റി ഗ്രാജ്വലി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. And the velocity on a cylindrical surface in a tube is constant. സിലിണ്ട്രിക്കൽ സർഫസിൽ നമ്മൾ വെലോസിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്യൂബിൻ്റെ കേസിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി കോൺസ്റ്റന്റ്. നൗ ന്യൂട്ടൺസ് വിസ്കസ് ഫോർമുല ഫിഗറിൽ നമ്മൾ കാണുന്നത് എ ലെയർ ഓഫ് ലിക്വിഡ് ബിറ്റ്വീൻ ടു ഗ്ലാസ് പ്ലേറ്റ്സ്. If the upper plate is pushed tangentially, അപ്പർ പ്ലേറ്റ് നമ്മൾ ടാൻജൻഷ്യലായിട്ട് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി v ആൻഡ് ദ ലിക്വിഡ് ലെയർ സഫർ എ ഷിയറിംഗ് സ്ട്രെയിൻ. ഫിഗറിൽ കാണുന്നത് പോലെ ഒരു ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ ഷിയറിംഗ് സ്ട്രെയിൻ അണ്ടർഗോൺ ബൈ ദ ലിക്വിഡ് ഇൻ ദ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ഈസ് ഗിവൺ ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ. ഇവിടെ നമുക്ക് ഷിയറിംഗ് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക ഡെൽറ്റ എക്സ് ബൈ എൽ എന്നായിരിക്കും. ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ്. സാധാരണ സോളിഡ്സിൻ്റെ കേസിൽ വി നോ ദാറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്ലൂയിഡ്സ് ഇറ്റ് ഈസ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ്. ദാറ്റ് ഈസ് F by A proportional to strain by time. Strain rate means strain by time. Therefore, we can write F by A proportional to strain, we know delta x by L divided by delta T. Or delta x ന് പകരമായി നമുക്ക് V into delta T എന്ന് എഴുതാം. Velocity into time. So, we can write F by A proportional to V delta T by L, that is F by A proportional to V by L. This proportionality sign is replaced by a constant eta. Thus, F by A is equal to eta V by L, where eta is called coefficient of viscosity. Therefore, F is equal to eta A V by L. This is called Newton's viscous formula. അപ്പോൾ വിസ്കസ് ഫോഴ്സിനുള്ള ഇക്വേഷനാണ് F is equal to eta A V by L. So, coefficient of viscosity for a fluid is defined as the ratio of shearing stress
to strain rate. That is, eta is equal to F by A into L by V, or can be written as eta is equal to FL by VA. SI unit is Poiseuille. PL എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. Other units are Newton second per meter square or Pascal second. Dimensions are ml raised to minus 1, t raised to minus 1. Generally, thin liquids like water, alcohol, etc. are less viscous than thick liquids like coal tar, blood, glycerin, etc. Viscosity കൂടുതലുള്ള ഫ്ലൂയിഡ്സ് coal tar, blood, glycerin എന്നിവയാണ്. The viscosity of liquids decreases with temperature while it increases in the case of gases. ലിക്വിഡ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചറിനനുസരിച്ച് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് ടെമ്പറേച്ചറിനനുസരിച്ച് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കുറച്ച് ഫ്ലൂയിഡ്സിൻ്റെ വിസ്കോസിറ്റി ഒരു ടേബിളിൽ നമുക്ക് തന്നിട്ടുണ്ട്. Now, Stokes formula. The viscous force on a body moving through a fluid is proportional to the velocity of the object and is opposite to the direction of motion. ഒരു ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ്, അത് ഡിസ്കസ് ചെയ്യുന്ന ലോ ആണ് സ്റ്റോക്സ് ലോ. ആ ഫോഴ്സിനുള്ള ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു 6 pi eta RV. ഒരു സ്ഫെറിക്കൽ ബോഡി ഹാവിങ് എ റേഡിയസ് R മൂവിങ് ത്രൂ എ ഫ്ലൂയിഡ്, ദ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു 6 pi eta RV. ദിസ് ഈസ് കോൾഡ് സ്റ്റോക്സ് ലോ. Now, what is terminal velocity Vt? ഒരു വിസ്കസ് ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡി അറ്റൈൻ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി എന്നറിയപ്പെടുന്നത്. കൺസിഡർ എ സ്ഫിയർ ഓഫ് റേഡിയസ് R which falls freely through a viscous fluid of coefficient of viscosity eta. Then, the forces acting on the body are: 1. Gravitational force acting downwards, and the force of buoyancy, that is upthrust upward, and the viscous force upwards. രണ്ട് forces upwards and the gravitational force downwards as shown in figure. When it falls initially, gravitational force is greater than the sum of upthrust and viscous force, that is W greater than U plus F. ആദ്യം അങ്ങനെ ഒരു കണ്ടീഷനിലായിരിക്കും. സോ ദ ബോഡി വിൽ ആക്സിലറേറ്റ് ഇൻ ദ ഡൗൺവേർഡ് ഡിറക്ഷൻ. ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഗോസ് ഓൺ ഇൻക്രീസിങ് ആൻഡ് സോ വിസ്കസ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. വിസ്കസ് ഫോഴ്സ് ആ ബോഡിയെ എപ്പോഴും ഓപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. Finally, a stage reaches at which the downward force balances the net upward force and hence the resultant force on the sphere becomes zero. Therefore, the body will move with constant velocity called terminal velocity. അപ്പോഴാണ് ബോഡി ഡൗൺവേർഡ് മോഷൻ ഫ്രീ ആയി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറ്റൈൻ ചെയ്യുന്ന ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. Now, expression for terminal velocity. Let the density of the material of the sphere be rho and density of the fluid be sigma. സ്ഫിയറിൻ്റെ ഡെൻസിറ്റി റോയും ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി സിഗ്മയും. When the body attains terminal velocity, W is equal to U plus F. W is given by 4/3 pi r cube rho g. And the upthrust is given by 4/3 pi r cube sigma g. Viscous force we know 6 pi eta r Vt. Vt is the terminal velocity here. So we can write 6 pi
6 pi eta r Vt is equal to 4 by 3 r cube rho g minus 4 by 3 r cube sigma g, or 6 pi eta r Vt is equal to 4 by 3 r cube rho minus sigma into g, or Vt is equal to 2 by 9 into r square rho minus sigma g by eta. ഇതാണ് ടെർമിനൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ. ഇഫ് sigma is greater than rho, then the term rho minus sigma becomes negative, leading to a negative terminal velocity. That is why air bubbles rise up through water. അതുകൊണ്ടാണ് എയർ ബബിൾസ് വാട്ടറിൽ മുകളിലേക്ക് ഉയർന്നു വരുന്നത് എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു കണ്ടീഷൻ അറ്റൈൻ ചെയ്യുമ്പോൾ സിഗ്മ ഗ്രേറ്റർ ദാൻ റോ ആകുമ്പോൾ. ഓക്കെ.